ഭാരതം പാക് വെടിനിർത്തലിൽ സന്തോഷമെന്ന് പോപ്പ് ലിയോ 14 കൂടുതൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെയെന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരട്ടെയെന്നും സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും പരക്കട്ടെയെന്നും പോപ്പ് പറഞ്ഞു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പോപ്പ് ലിയോ 14 സന്ദേശം ഏതു രീതിയിലായിരുന്നു ഭാരതം പാക് വെടിനിർത്തലിന്റെ കാര്യത്തിൽ? രോഹിണി, ഭാരതവും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ഇന്നലെ 5 മണിയോടെയാണ് നിലവിൽ വന്നത്. പിന്നീട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് നിലനിൽക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പ് ഇക്കാര്യത്തിൽ ഒരു ആശംസ അറിയിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഈ സന്തോഷ വാർത്ത, ഈ വാർത്ത അറിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഇനിയും ലോകം മുഴുവനുമുള്ള സംഘർഷങ്ങൾ, ഒരുപക്ഷെ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ളവ മനസ്സിൽ പരാമർശിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകം മുഴുവനുമുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പരസ്പര ധാരണയിലൂടെ അവയെ അയവ് വരട്ടെ, അത് ഇല്ലാതായി മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നൊരു ആശംസയും അദ്ദേഹം നേരുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യ പാക് നയതന്ത്രത്തിലൂടെയും അനുബന്ധ ഇടപെടലിലൂടെയും ഉണ്ടായ വെടിനിർത്തലിനെ പൂർണ്ണമായും അനുമോദിക്കുന്ന ഒരു നിലപാടാണ് പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു സമാധാന സന്ദേശം, ലോകത്തിന് മുന്നിൽ ഒരു സമാധാന സന്ദേശമായി തനിക്ക് ഇത് വെക്കാൻ സാധിക്കുന്നു എന്നതും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്.